ബാവലിപ്പുഴയിലെ ഓളങ്ങൾ പോലും പഞ്ചാക്ഷരി ജപിക്കുന്ന മഹാതീർത്ഥാടന കാലമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം. അപൂർവങ്ങളായ ചടങ്ങുകളാൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന അക്കരെ കൊട്ടിയൂരിലെ ഒരു പ്രധാന വഴിപാടാണ് സ്വർണ്ണക്കുടവും വെള്ളിക്കുടവും സമർപ്പണം. ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് ആഗ്രഹവും സാധിക്കുമെന്നാണ് വിശ്വാസം. വഴിപാട് സമർപ്പിച്ച് കൊട്ടിയൂർ പെരുമാളിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തജനങ്ങളാണ് ദിനംപ്രതി അതിരാവിലെ തന്നെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തുന്നത്. കൊട്ടിയൂർ യാഗഭൂമിയിലെ പെരുമാളിന്റെ തിരുസന്നിധിയിൽ ഭക്തർക്ക് നേരിട്ട് സമർപ്പിക്കാൻ അവസരം നൽകുന്ന അതീവ പുണ്യകരമായ വഴിപാടാണ് സ്വർണ്ണക്കുടം വെള്ളിക്കുടം സമർപ്പണം. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ മഹാപാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനും പാപപരിഹാരത്തിനുമായാണ് ഭക്തർ പെരുമാൾക്ക് വെള്ളിക്കുടം സമർപ്പിക്കുന്നത്. മനസ്സിന് ആഗ്രഹിച്ച അഭീഷ്ട കാര്യങ്ങളുടെ വിജയത്തിനായും സർവൈശ്വര്യത്തിനായും സ്വർണ്ണക്കുടം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മണിത്തറയോട് ചേർന്ന് നിൽക്കുന്ന പവിത്രമായ മുഖമണ്ഡപത്തിൽ വെച്ചാണ് ഈ ദിവ്യ സമർപ്പണം. പുരുഷന്മാർക്ക് മാത്രമാണ് ഈ വഴിപാട് നേരിട്ട് ചെയ്യുവാനുള്ള ആചാരപരമായ അനുവാദമുള്ളത്. സ്ഥാനികർക്കും അടിയന്തരക്കാർക്കും മാത്രം പ്രവേശനമുള്ള സാധാരണ ഭക്തർക്ക് അപ്രാപ്യമായ പെരുമാളിന്റെ മുഖമണ്ഡപത്തിലേക്ക് ഈ വഴിപാടിലൂടെ ഭക്തന് പ്രവേശനം അനുവദിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ മുഴുവൻ അടിയന്തര യോഗത്തിന്റെയും സാന്നിധ്യത്തിൽ ഭക്തൻ സ്വയം പെരുമാൾക്ക് സമർപ്പണം നടത്തുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണക്കപ്പിള്ളിയുടെ നിർദ്ദേശാനുസരണം സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ നിർമ്മിച്ച ചെറിയ കുടങ്ങളിൽ പശുവിൻ നെയ്യ് നിറച്ച് വായ്പൊതി കെട്ടി വഴിപാട് നേർന്ന ഭക്തന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. ഭക്തിയോടെ ആ നെയ്ക്കുടം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച ശേഷം ഭക്തൻ അത് മുഖമണ്ഡപത്തിൽ വെച്ച തൃക്കടാരി സ്ഥാനികനെ ഏൽപ്പിക്കുന്നു. തൃക്കടാരി ആ കുടത്തിന്റെ വായ്പൊതി അഴിച്ച് അതിലെ നെയ്യ് മണിത്തറയിലെ സ്വയംഭൂഷിലേക്ക് അരികിലായി ജ്വലിച്ചു നിൽക്കുന്ന വലിയ നെയ്വിളക്കിലേക്ക് പകരും. നെയ്വിളക്കിലേക്ക് ഭക്തന്റെ നെയ്യ് ഒഴുകിയിറങ്ങുന്ന ആ ധന്യമുഹൂർത്തത്തിൽ ഭക്തന് മുഖമണ്ഡപത്തിൽ ദീർഘദണ്ഡ നമസ്കാരം സമർപ്പിക്കാം. ഭക്തൻ നമസ്കരിച്ചു പ്രാർത്ഥിക്കുന്ന ഈ സമയം പെരുമാളിന്റെ അടിയന്തര യോഗം മുഴുവൻ ഒരൊറ്റ മനസ്സോടെ ഈ ഭക്തന്റെ പ്രാർത്ഥനകൾ സഫലമാക്കണമേ എന്ന് പെരുമാളിനോട് ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്നു എന്നത് ഈ വഴിപാടിന്റെ മാത്രം സവിശേഷതയും ഭക്തന് ലഭിക്കാവുന്ന പുണ്യനിമിഷവുമാവുന്നു. ദേവി ഉപാസകരായ പടിഞ്ഞിറ്റ നമ്പൂതിരിക്കും വാളശന്മാർക്കും ദക്ഷിണയും നൽകിയാണ് വഴിപാട് സമർപ്പണം അവസാനിക്കുന്നത്. കൊട്ടിയൂരിലെത്തുന്ന ഭക്തരിലെ പ്രധാനമായും ചെയ്യുന്നൊരു വഴിപാടാണ് വെള്ളിക്കുടം സ്വർണ്ണക്കുടം വഴിപാട്. അത് രാവിലെ ഉഷപൂജ കഴിഞ്ഞ ശേഷമാണ് ഇത് നടത്തുക. ഏകദേശം ഒരു 9:30 മുതൽ അത് തീരുന്നവരെ എത്ര ഉണ്ടോ, ഏകദേശം ചിലപ്പോൾ 12:30, അത് എത്ര ഉണ്ടോ ആ റെസീറ്റ് തീരുന്നത് വരെ അത് നടത്തും. ഒരുപാട് അത് എത്ര റെസീറ്റ് മുറിച്ചാലും അത് തീരുന്നവരെ നടത്തും. അത് ആരൊക്കെയാണ് ചെയ്യുന്നത്? അതിൻ്റെ അവകാശികൾ ഇവിടെ പ്രധാനപ്പെട്ട എല്ലാ അവകാശികളും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഈ വെള്ളിക്കുട ഇവരുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ പ്രധാനപ്പെട്ട അവകാശികളൊക്കെ അതിന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അതിൽ കണക്കപ്പിള്ള കണക്കപ്പിള്ളിയാണ് അതിൻ്റെ കൃത്യമായി അതിൻ്റെ കണക്ക് ശേഖരിച്ച് ചെയ്യിക്കുന്നത്. കണക്കപ്പിള്ളിയാണ്. അതെ അതെ, ഒരുപാട് ഭക്തർ സാധിച്ചിട്ട് വരുന്നുണ്ട്. അതിപ്പം മലയാളികൾ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ഭക്തന്മാർ വരുന്നുണ്ട്. അതേപോലെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതെ ഇപ്പോൾ ഈ ഉത്സവം ഇല്ലാത്ത സമയത്ത് നമുക്ക് വെള്ളിക്കുടം പ്രാർത്ഥിക്കാം. ഈ ഉത്സവ സമയത്ത് വന്ന് ഇവിടെ വെച്ചാൽ മതി. ഒരുപാട് പ്രമുഖർ ഇപ്പോൾ വന്ന് പോയി കഴിഞ്ഞു. ഈ അതിപ്രധാനമായ സ്വർണ്ണക്കുടം വെള്ളിക്കുടം സമർപ്പണ ചടങ്ങുകൾ മുഖമണ്ഡപത്തിൽ പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമേ സന്നിധാനത്ത് ഉഷശീവേലി ആരംഭിക്കുകയുള്ളൂ.